പുലിപ്പല്ലി കേസിൽ റാപ്പർ വേടൻ പുലിവാലി പിടിച്ചിരിക്കുകയാണ്. പുലിപ്പല്ലി കൈവശം വെച്ച കേസിൽ റാപ്പർ വേടനെ 2 ദിവസത്തെ വനംവകുപ്പ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് കോടതി. ജാമ്യാപേക്ഷ വെള്ളിയാഴ്ച പരിഗണിക്കും. വേടനെ പുലിപ്പല്ലി നൽകിയ രഞ്ജിത്ത് കുമ്പിടിയെ കണ്ടെത്താനുള്ള ശ്രമവും ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. മൃഗവേട്ടയടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് വനംവകുപ്പിന്റെ കേസ്. മദ്രാസിലൊരു ഗാനമേള ഇവരുടെ ഈ റാപ്പ് പരിപാടി അതിൽ ഇടയ്ക്ക് ഒരു ആരാധകൻ കൊടുത്തതാണ്. അപ്പോൾ അവർ അതിൽ കൂടെ വേറെ കുറച്ച് പേരുണ്ടായിരുന്നു. അതിൽ തന്നെ UK, ഫ്രാൻസ് പൗരത്വമുള്ളവരാണ്. ഹണ്ടിങ് ആണ് ഇമ്പോർട്ടൻറ്റ് വകുപ്പ്. അതിൽ 3 to 7 years വരെ പണിഷ്മെൻ്റ് ഉണ്ട്, മാക്സിമം 7. അനധികൃതമായി ഇത് കയ്യിൽ വെക്കുന്നത് അതും കുറ്റകരമാണ്. ഇപ്പോൾ പുലിപ്പല്ലാണെന്നോ ഒറിജിനലാണോ ഒന്നും അദ്ദേഹത്തിന് അന്ന് അറിയില്ലെന്നാണ് പുള്ളി പറയുന്നത്. യഥാർത്ഥ പുലിപ്പല്ലാണോ എന്നറിയില്ല എന്നായിരുന്നു വേടന്റെ പ്രതികരണം. അതുകൂടി കേൾക്കാം. വേടന്റെ മാല എവിടുന്ന് കിട്ടിയാണ്? മാല എവിടുന്ന് കിട്ടിയാണ്? ഈ പല്ല് എവിടുന്ന് കിട്ടി? പുലിപ്പല്ല് എവിടുന്ന്? ഇപ്പൊ ഒന്നും പറയാൻ ഒരു വകുപ്പില്ല മക്കളെ. ഈ രഞ്ജിത്ത് കുമ്പിടി അറിയോ? അറിയില്ല. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഈ കഞ്ചാവ് കേസിനേക്കാൾ ഇപ്പോൾ വേടന് കുരുക്കായി മാറുന്നത് ഈ പുലിപ്പല്ല് കേസാണ്. 2 ദിവസത്തെ വനംവകുപ്പിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഈ 2 ദിവസത്തിനകം എന്തൊക്കെ പ്രതീക്ഷിക്കണം? ഈ ഫ്ളാറ്റിലുള്ള പരിശോധന, അതുപോലെ ഈ ലോക്കറ്റ് കെട്ടിയ പുലിപ്പല്ല് ഉപയോഗിച്ചുള്ള ലോക്കറ്റ് കെട്ടിയ ജ്വല്ലറിയിലുള്ള പരിശോധന, അതുപോലെ ഈ ലോക്കറ്റ് സമ്മാനിച്ചു എന്ന് പറയുന്ന ആരാധകനോ സുഹൃത്തോ ആയ ഈ രഞ്ജിത്ത് കുമ്പിടിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണം, വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് 2 ദിവസം നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിക്കണം വിഷ്ണു? വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവ് സമാഹരണമാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ആദ്യപടിയായാണ് ഇന്ന് വേടനെ എറണാകുളത്തെ ഫ്ളാറ്റിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള അംശങ്ങൾ ഈ ഫ്ളാറ്റിൽ നിന്ന് ലഭ്യമാക്കാനാകുമോ എന്നാണ് വനംവകുപ്പ് പരിശോധിക്കുന്നത്. നാളെ വിയ്യൂരിലെത്തി ഇത് കെട്ടി നൽകിയ ആളുടെ പക്കൽ എത്തിച്ച് വേടന്റെ പക്കൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ തേടാനാണ് നിലവിൽ വനംവകുപ്പ് നിലപാട് സ്വീകരിക്കുന്നത്. അതിനുശേഷം നാളെ ഒരു ദിവസം ഒരുപക്ഷെ വേടൻ ജയിലിൽ കഴിയേണ്ടി വരും എന്നുള്ളതും ഏറ്റവും നിർണായകമായ കാര്യമാണ്. നാളെ 5 മണിയോട് കസ്റ്റഡി കാലാവധി കഴിയും. പിന്നീട് വേടന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുക വെള്ളിയാഴ്ച മാത്രമാണ്. അതുകൊണ്ട് നാളെ ഒരു ദിവസം വേടൻ ജയിലിൽ കഴിയേണ്ടി വരും. ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ വേടൻ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ വനംവകുപ്പ് വേടന്റെ ജാമ്യത്തെ എതിർക്കാനുള്ള സാധ്യതയില്ല. മറ്റൊന്ന്, ഈ രഞ്ജിത്ത് കുമ്പിടി എന്ന് പറയുന്ന ആളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ്. തമിഴ്നാട്ടിലൊരു പരിപാടിക്കിടയിൽ ആരാധകനായ രഞ്ജിത്ത് കുമ്പിടി തനിക്ക് പുലിപ്പല്ല് നൽകി എന്നുള്ളതാണ് വേടൻ വനംവകുപ്പിന് നൽകിയിരിക്കുന്ന മൊഴി. പക്ഷേ മാധ്യമങ്ങളോട് അയാൾ പറഞ്ഞത് അങ്ങനെയല്ല, മറ്റൊരു രീതിയിലാണ്. ഇത് പുലിപ്പല്ലാണെന്ന് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് വേടന്റെ പ്രതികരണം. ഏതായാലും രഞ്ജിത്ത് കുമ്പിടിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം വനംവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. വേടന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ നിരീക്ഷിച്ചു വരികയാണ്. അതിലൂടെ ഈ രഞ്ജിത്ത് കുമ്പിടിയുമായി വേടൻ ചാറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് വനംവകുപ്പ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അയാൾ അതുവഴി ട്രേസ് ചെയ്ത് അയാളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും. അങ്ങനെ അയാളെ പ്രതി ചേർക്കാനാകുമെന്നൊരു പ്രതീക്ഷയാണ് വനംവകുപ്പിനുള്ളത്. അയാൾ പ്രതിയായി കഴിഞ്ഞാൽ ഈ മൃഗവേട്ട എന്ന വകുപ്പ് അയാളിലേക്ക് മാറും. ഈ വേടനിലേക്ക് പിന്നെ ഉണ്ടാകുക ഈ വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട അവശിഷ്ടങ്ങൾ ഉപയോഗിച്ചു അല്ലെങ്കിൽ കൈവശം വെച്ചു എന്നുള്ള വകുപ്പായിരിക്കും. മൃഗവേട്ട എന്ന പ്രധാന വകുപ്പ് രഞ്ജിത്തിലേക്ക് മാറുമെന്നാണ് വനവകുപ്പിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. വിശദമായ അന്വേഷണത്തിലേക്ക് വനവകുപ്പ് കടക്കുകയാണ്. ഇന്നലെ കഞ്ചാവ് പിടികൂടുന്നതിനിടയിലാണ് വേടന്റെ കഴുത്തിൽ കിടന്ന ഈ പുലിപ്പല്ലുള്ള മാല പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുകയും പിന്നീട് ഫോറസ്റ്റിനെ വിളിച്ചു വരുത്തി പരിശോധന നടത്തുകയും ചെയ്ത് പ്രാഥമിക പരിശോധന അത് പുലിപ്പല്ലാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇനി അതിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം ഹൈദരാബാദിൽ നിന്നാണ് വരേണ്ടത്. അതുകൂടി ലഭ്യമായ ശേഷമായിരിക്കും കടുത്ത നടപടിയിലേക്കൊക്കെ വനംവകുപ്പ് പോകാനുള്ള സാധ്യത. ഇന്നും നാളെയുമായി തെളിവ് സമാഹരണം വിഷ്ണു, പോലീസിന്റെ കഞ്ചാവ് കേസിലേക്ക് വീണ്ടും വരികയാണെങ്കിൽ ഈ വേടൻ കഞ്ചാവ് കിട്ടിയത് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളുടെ സഹായിയിൽ നിന്നാണ് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഇതിന്റെ അന്വേഷണവും ചെന്നെത്തുന്നത്, ഇതിന്റെ വിവരശേഖരണവും ചെന്നെത്തുന്നത് സിനിമാ മേഖലയിലേക്ക് തന്നെയാണോ വിഷ്ണു? വേടനൊപ്പം ഉണ്ടായിരുന്ന വേടന്റെ മാനേജർ നൽകിയ മൊഴിയാണ് പോലീസിനെ അത്തരത്തിലൊരു അന്വേഷണത്തിലേക്ക് പ്രേരിപ്പിച്ചിരിക്കുന്നത്. ചാലക്കുടി സ്വദേശിയായ ആഷിഖാണ് കഞ്ചാവ് കൈമാറിയത്. പക്ഷേ ആഷിഖിന് കഞ്ചാവ് ലഭിച്ചത് സിനിമാ അസിസ്റ്റന്റായ ഒരാളിൽ നിന്നാണെന്നാണ് ആഷിഖ് തങ്ങളോട് പറഞ്ഞത് എന്നായിരുന്നു വേടന്റെ ഈ മാനേജറുടെ മൊഴി. ആ മൊഴി കേന്ദ്രീകരിച്ച് ഈ 2 പേരെയും ട്രേസ് ചെയ്യാനുള്ള നടപടിയിലേക്കാണ് പോലീസ് കടക്കുന്നത്. നേരത്തെ തന്നെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ തന്നെ ഒരുപാട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതാണ്. കൊച്ചി സിറ്റി പോലീസ് അടക്കം അത്തരം ഇടപെടലുകളിലേക്ക് അല്ലെങ്കിൽ അത്തരം സെറ്റുകളിലേക്കൊക്കെ പരിശോധന, സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളിലേക്കൊക്കെ പരിശോധന കൊണ്ടുപോകാനുള്ള ശ്രമമുണ്ടായിരുന്നു. ഇത് 5 ഗ്രാം കഞ്ചാവ് കേസാണ്. അതുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും ജാമ്യം കിട്ടിയെങ്കിലും ഈ കേസിന്റെ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളിലേക്ക് എത്താനാകുമെന്ന പ്രതീക്ഷയാണ് നിലവിൽ തൃപ്പൂണിത്തുറ പോലീസ് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തുടർ അറസ്റ്റുകൾക്കും സാധ്യതയുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ടി.കെ. ശരി, വിഷ്ണു സുരേഷ് വിശദമായ വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് നൽകുകയായിരുന്നു. അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കാനുള്ള സമയം. നിർമ്മിച്ച് 19 വർഷങ്ങൾ കഴിഞ്ഞിട്ടും വെള്ളം നിറയാൻ ഭാഗ്യം ലഭിക്കാത്തൊരു വാട്ടർ ടാങ്ക് ഉണ്ട്
ആലപ്പുഴ അപ്പർ കുട്ടനാട്ടിലെ തലവടി പഞ്ചായത്തിൽ. കടുത്ത വേനലിൽ കുടിവെള്ളത്തിനായി കുട്ടനാട്ടിലെ ജനങ്ങൾ നെട്ടോട്ടമോടുമ്പോൾ ഉപയോഗശൂന്യമായ വാട്ടർ ടാങ്ക് സാമൂഹ്യ വിരുദ്ധരുടെ താവളമാവുകയാണ്. ഇതിനു സമീപം പ്രാവർത്തികമാകാത്ത കുട്ടനാട് കുടിവെള്ള പദ്ധതിയിൽ ഉപേക്ഷിക്കപ്പെട്ട ലക്ഷക്കണക്കിന് രൂപയുടെ പൈപ്പുകളും കാണാം. വേനൽ കടുത്തതോടെ വലിയ കുടിവെള്ളക്ഷാമമാണ് അപ്പർ കുട്ടനാടൻ മേഖലയിലുള്ള ആളുകൾ അനുഭവിക്കുന്നത്. കുടിവെള്ളത്തിനായി ആളുകൾ നെട്ടോട്ടമോടുമ്പോഴാണ് പതിറ്റാണ്ടുകളായി ഒരു വാട്ടർ ടാങ്ക് ഇങ്ങനെ നോക്കുകുത്തിയായി നിൽക്കുന്നത്. വർഷങ്ങളായി പൊതു പൈപ്പിലൂടെ ശുദ്ധജലം എത്താത്ത നിരവധി പ്രദേശങ്ങൾ ഉൾപ്പെടുന്നതാണ് തലവടി പഞ്ചായത്ത്. അപ്പർ കുട്ടനാട്ടിൽ ഏറ്റവും കൂടുതൽ ശുദ്ധജലക്ഷാമം അനുഭവിക്കുന്ന പ്രദേശം. തലവടിയുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാനെന്ന പേരിൽ 2006 ടാങ്കിന്റെ നിർമ്മാണം പൂർത്തിയാക്കി. എന്നാൽ ഇതുവരെയും ഒരു തുള്ളി ശുദ്ധജലം പോലും വാട്ടർ ടാങ്കിൽ എത്തിയില്ല. സാങ്കേതിക പ്രശ്നങ്ങളായിരുന്നു കാരണം. 19 വർഷമായി വാട്ടർ ടാങ്ക് ഇങ്ങനെ നോക്കുകുത്തിയായി നിൽക്കുകയാണ്. പരിസരം കാടുമൂടിയും ടാങ്കിന്റെ തൂണുകൾ ദ്രവിച്ചും സാമൂഹ്യ വിരുദ്ധർ താവളമാക്കിയും പ്രദേശമാകെ അപകടാവസ്ഥയിലാണ്. ഇത് ഉപയോഗശൂന്യമായിട്ട് കിടക്കുക. വെള്ളം കള്ളുകൂടിയും മദ്യപാനവും കഞ്ചാവും പിള്ളേരും എല്ലാം കയറി അടിച്ചുകൊണ്ടിരിക്കുക വർഷങ്ങളായിട്ടും. സ്കൂൾ കുട്ടികളാണ് കൂടുതൽ ഇത് സിഗരറ്റ് വലി കഞ്ചാവ് എല്ലാം ഉപയോഗിക്കുന്നത്. വർഷങ്ങളായിട്ട് ഈ ടാങ്ക് വെറുതെ കിടക്കണം, ആർക്കും വെള്ളം കിട്ടുന്നില്ല. കേക്കര ദിവസമായിട്ടും വെള്ളം കിട്ടില്ല. ഇവിടെ ഞങ്ങൾക്കാണ് ആഴ്ച 2 ദിവസം കിട്ടുന്നത്, അത് 2-3 മണിക്കൂർ നേരത്തേക്ക്. വെള്ളം കയറുന്നില്ല, ഇല്ലെന്ന് പറയുന്നത്. വിശദമായിട്ട് വരാതെ നമ്മളോട് പറയില്ലല്ലോ. ഈ ടാങ്കിൽ വെള്ളം നിറഞ്ഞാൽ തലവടിയുടെ ശുദ്ധജലക്ഷാമത്തിന് പരിഹാരമാകും. പക്ഷേ വാട്ടർ അതോറിറ്റിയുടെ കെടുകാര്യസ്ഥത മൂലം പരിഹാരമുണ്ടാകുന്നില്ലെന്നാണ് ആരോപണം. തലവടി പഞ്ചായത്തിലാണ് നീരേറ്റുപുറം ശുദ്ധജല പ്ലാന്റ് പ്രവർത്തിക്കുന്നത്. 1500 മീറ്റർ നീളത്തിൽ ഒരു പൈപ്പ് ഘടിപ്പിച്ചാൽ ഈ നോക്കുകുത്തി ടാങ്കിൽ വെള്ളം എത്തിക്കാമെന്ന് നാട്ടുകാരും ജനപ്രതിനിധികളും പറയുന്നു. എടത്വ സബ് ഡിവിഷൻ ഓഫീസിലോട്ടായിരുന്നു ഈ വെള്ളം വന്നുകൊണ്ടിരുന്നത്. അവിടെ നിന്നാണ് ഈ സ്ഥലങ്ങളിലേക്കെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വെള്ളം കയറണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാൽവ് വെച്ച് ഇത് ഓഫ് ചെയ്തെങ്കിൽ മാത്രമേ വെള്ളം മുകളിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷം വെള്ളം കയറത്തില്ല. ഇതുവരെയായിട്ട് ഇതൊരു ശാപമായിട്ട് കിടക്കുക ഈ വാട്ടർ ടാങ്ക്. നിലവിൽ തിരുവല്ലയിൽ നിന്നാണ് തലവടിയിലേക്ക് വെള്ളം എത്തുന്നത്. പകൽ തലവടിക്കും രാത്രി എടത്വ പഞ്ചായത്തിലുമാണ് വിതരണം. നീരേറ്റുപുറത്തെ പദ്ധതിയുമായി ബന്ധിപ്പിച്ച് തലവടിയിലെ ശുദ്ധജലക്ഷാമം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കോടിക്കണക്കിന് രൂപയുടെ കുട്ടനാട് കുടിവെള്ള പദ്ധതിയും പ്രാവർത്തികമായില്ല. അശാസ്ത്രീയമായ നിർമ്മാണത്തിലൂടെ ലക്ഷക്കണക്കിന് രൂപയുടെ പൈപ്പുകൾ ഉപയോഗശൂന്യമായി എന്നും ജനപ്രതിനിധികൾ തന്നെ പറയുന്നു. കോടിക്കണക്കിന് രൂപയുടെ പൈപ്പുകളാണ് ഇതുപോലെ കുട്ടനാടിൻ്റെ പല പ്രദേശങ്ങളിലും കെട്ടിക്കിടക്കുന്നത്. ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ നിന്നും നേരിട്ട് ഇത് കണക്ഷൻ കൊടുത്താൽ തലവടി പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനുള്ള എളുപ്പമാർഗമാണ് ഈ വാട്ടർ അതോറിറ്റി എന്നാ പറയേണ്ട അവരുടെ കെടുകാര്യസ്ഥത കൊണ്ട് കുടിവെള്ളം ലഭ്യമാക്കാനുള്ള യാതൊരു നടപടിയും ഇതുവരെ ആയിട്ടില്ല. ഒരു ജന്മം കാത്തിരുന്നാലും തലവടിയിൽ ശുദ്ധജലം എത്തുമെന്ന വിശ്വാസം ഇവിടുത്തുകാർക്ക് നഷ്ടമായി. ശുദ്ധജലത്തിന്റെ പേര് മാത്രം പറഞ്ഞ് 3 MLA-മാരാണ് മാറി മാറി ഭരിച്ചത്. കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളും കൊണ്ടുവന്നു. എന്നാൽ വെള്ളം മാത്രം എത്തിയില്ല. ശുദ്ധജലത്തിനായി വേഴാമ്പലിനെ പോലെ കാത്തുനിൽക്കേണ്ട ഗതികേടിലാണ് തലവടിയിലെ ജനങ്ങൾ. ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിബാൽ, 24 ആലപ്പുഴ. പൊതുജനം കഴുതയല്ല സാർ. കണ്ണൂർ ദോഹ ഇൻഡിഗോ വിമാനം വൈകുന്നു എന്ന വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു. 4:10 പുറപ്പെടേണ്ട വിമാനമായിരുന്നു. അത് സാങ്കേതിക തകരാറിനെ തുടർന്ന് അവിടെ ഒരു പ്രതിസന്ധി രൂപപ്പെട്ടു. പിന്നീട് അത് പുറപ്പെടുന്നത് വൈകുകയായിരുന്നു. ഇപ്പോൾ ആ സാങ്കേതിക തകരാർ പരിഹരിച്ചിരിക്കുന്നു. വിമാനം 2.5 മണിക്കൂറിന് ശേഷം ടേക്ക് ഓഫ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്ത കണ്ണൂരിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. ഫിഷറീസ് വകുപ്പ് കൊട്ടിയാഘോഷിച്ചു കൊണ്ടുവന്ന പദ്ധതിയാണ് പുനർഗേഹം. പക്ഷേ പദ്ധതി ഗുണഭോക്താക്കൾക്ക് ഗുണം ചെയ്യേണ്ടതിന് പകരം നൽകിയത് ദുരിതം മാത്രം. പറഞ്ഞു വരുന്നത് പൊഴിയൂർ തീരദേശ മേഖലയിൽ മത്സ്യത്തൊഴിലാളികൾക്കായി ഫിഷറീസ് വകുപ്പ് നിർമ്മിച്ച് നൽകിയ ഫ്ളാറ്റുകളെക്കുറിച്ചാണ്. മൂക്കുപൊത്താതെ ഈ കെട്ടിടങ്ങളിലേക്ക് കയറാൻ കഴിയില്ല എന്നാണ് പരാതി. സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞ് മാലിന്യം പൊട്ടിയൊഴുകുന്ന കാഴ്ച എവിടെയും കാണാം. മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ ശരിയായ സംവിധാനങ്ങളും ഇവിടെയില്ല. കൂടാതെ നിലവിലെ കെട്ടിടങ്ങൾ അനധികൃതമാണ് എന്നാണ് ഗ്രാമപഞ്ചായത്തിന്റെ വിശദീകരണം. പൊഴിയൂർ തീരത്തോട് ചേർന്ന് ജീവിച്ചിരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഫിഷറീസ് വകുപ്പ് നിർമ്മിച്ചു നൽകിയ 128 ഫ്ളാറ്റുകൾ. 128 ഫ്ളാറ്റുകളിലായി 500-ലധികം മത്സ്യത്തൊഴിലാളികൾ. എന്നാൽ ഇന്നിവർ ഇവിടത്തെ അനധികൃത താമസക്കാരാണ്. നിലവിലുള്ളിടത്ത് യാതൊരു അടിസ്ഥാന സൗകര്യവുമില്ല. ഞങ്ങളൊരു തീരുമാനം എടുക്കും. ഞങ്ങളിനി എല്ലാവരുമായിട്ടൊരു തീരുമാനം എടുക്കും. ഞങ്ങൾ വോട്ടിന് പോകത്തില്ല. ഏത് മന്ത്രിമാർ, ഏത് ഭരണകർത്താക്കൾ വന്നാലും, രാഷ്ട്രീയക്കാർ, പിന്നെ കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ ഇതര പാർട്ടികൾ ആര് വന്നാലും ഞങ്ങൾ വോട്ടിടാൻ പോകുന്നില്ല.
വർഷം മുൻപേ 2021 സെപ്റ്റംബർ 16 സംസ്ഥാന സർക്കാരിന്റെ പുനർഗേഹം പദ്ധതി പ്രകാരം നിർമ്മിച്ചു നൽകിയതാണ് ഫ്ളാറ്റുകൾ. ജനിച്ചു വളർന്ന പൊഴിയൂർ തീരമേഖലയിൽ നിന്ന് പുനരധിവസിക്കപ്പെട്ടത് കാരോട് കരയ്ക്കാവിള ഗ്രൗണ്ടിലെ 16 കെട്ടിടങ്ങളിലായി. എന്നാൽ സർക്കാർ ഈ പണിതുയർത്തിയത് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് നൽകുന്നത് തീരാ ദുരിതം. ഞങ്ങൾക്കൊരു റെക്കോർഡില്ല ഇതുവരെ. ഞങ്ങൾ മരണം വന്നാൽ ഞങ്ങൾ ചുമത്തരിക്ക് പോകണമെങ്കിൽ തത്തപ്പള തോപ്പ് വലവീശിങ്ങാണി അങ്ങോട്ട് കടൽ തീരത്തിലുള്ള അഡ്രസ്സാണ് ഞങ്ങൾ കൊടുക്കുന്നത്. വേറെ ഒരു കുളം എല്ലാവരും കുളപ്പായിരുന്നാലും നമ്മൾ എന്തറിയാണ്, നമ്മൾ വന്നു പോയി. ഞങ്ങൾക്ക് വീടെല്ലാം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇത് തന്നപ്പോൾ ഞങ്ങൾക്ക് ഇതിൽ 3.5 വർഷമായിട്ട് ഇതുവരെ അഡ്രസ്സും ഇല്ല, ഒരു തെളിവും ഇല്ല. ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നത് പോലെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഏത് സമയത്താണ് ഞങ്ങളെ ഇറക്കി വിടേണ്ടതെന്ന് അവർ വന്ന് പറയുമ്പോൾ നമ്മൾ ഇറങ്ങി പോകേണ്ട ഒരവസ്ഥയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. നമ്മൾ എന്തൊരു ചെയ്യാൻ പറ്റും? ഞങ്ങപ്പം പറഞ്ഞ് നമുക്ക് വേണ്ട പ്ലേറ്റ്. ഞാൻ പറഞ്ഞ് വെള്ളമോ ഇതോ കിട്ടിയാലേ നമുക്ക് വെള്ളം ബുദ്ധിമുട്ടല്ലേ കടപ്പുറത്ത്. അങ്ങനെയാണ് വന്ന് ഞങ്ങൾ പട്ടി കിടക്കണം. പറയാതെ ഒന്നുമില്ല, ഞങ്ങൾക്ക് പട്ടയവും തന്നില്ല. ഇത് നാളെ ഇറക്കി വിട്ടാൽ അവിടുത്തെ മീറ്റിങ്ങിൽ പറഞ്ഞു നിങ്ങൾ ഇറങ്ങി പോവേണ്ടി വരും. അപ്പം ഞങ്ങൾ ഇറങ്ങി പോവും. ഞങ്ങൾക്ക് ഒരു അഡ്രസ്സ് വേണ്ടേ? നിറവെന്നുള്ളൊരു പേര് മാത്രമേ ഉള്ളൂ, പക്ഷെ നിറവെല്ലാം കുറവുകളായിട്ട് മാത്രം തന്നെ ഇരിക്കുന്നത് ഇവിടെ. ഇപ്പോൾ ഫ്ളാറ്റുകൾ അനധികൃതമെന്നാണ് കാരോട് ഗ്രാമപഞ്ചായത്തിന്റെ വിശദീകരണം. അനുമതിയില്ലാതെ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് യാതൊരു രേഖകളും പഞ്ചായത്തിന്റെ പക്കലില്ല. ഇപ്പം നിലവിലെ അവസ്ഥ ഈ 128 കുടുംബങ്ങൾ താമസിക്കുന്നു എന്ന് രേഖയിൽ പറയുമ്പോഴും അതിനേക്കാൾ കൂടുതൽ ആൾക്കാരുണ്ട്. അവർ കൊളത്തൂർ പഞ്ചായത്തിൽ വന്നിട്ട് കാരോട് പഞ്ചായത്തിൽ താമസിക്കുന്നതായിട്ട് യാതൊരു രേഖയുമില്ല. ഈ കെട്ടിടങ്ങൾക്കൊന്നും തന്നെ നമ്പർ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർക്കാർക്കും ഓണർഷിപ്പ് കൊടുത്തിട്ടില്ല. ഇവിടെ പഠിക്കുന്ന കുട്ടികളുണ്ട്, ഉദ്യോഗാർത്ഥികളുണ്ട്. ഇവർക്കൊരു അപേക്ഷ വന്നാൽ, സർക്കാരിന് ഒരു അപേക്ഷ കൊടുത്താൽ ഇവർ ഏത് അഡ്രസ്സിൽ അപേക്ഷിക്കും? ഫ്ളാറ്റുകൾ അനധികൃതമെന്ന് മാത്രമല്ല, ഇവിടെയെങ്ങും യാതൊരു അടിസ്ഥാന സൗകര്യവുമില്ല. സെപ്റ്റി ടാങ്ക് നിറഞ്ഞ് മാലിന്യം പൊട്ടിയൊഴുകുന്നു. ജൈവ അജൈവ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ സംസ്കരണ പ്ലാന്റുകളില്ല. കാലം കഴിയുന്തോറും താമസക്കാരെല്ലാം രോഗികളാകുന്നു. ഇവിടെ വാരണ്ട്, അവിടുത്തെ ഉയരമുള്ള വാരണ്ട്, അത്ത വാരണ്ട് ഇവിടെ കൊണ്ട് തട്ടി ഇട്ട് പുഴു ഒക്കെ കുടിച്ച് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ഇത് വീട് ഇവിടെ ഇരിക്കണ്ട, ഇവിടെ ഇരിക്കാൻ പറ്റൂല. നമ്മളെ ഈ രോഗം തന്നെ ഇതല്ല സാർ. ഇതിലൊന്ന് ഈ വീട്ടിൽ കിടക്കേണ്ട താളൊക്കെ കിടക്കേണ്ട ജൈവജാരെ കൊക്കോ പുഴു അതൊക്കെ കാണാറ്. അടിസ്ഥാന സൗകര്യമില്ല, വോട്ടവകാശമില്ല, ഉടമസ്ഥാവകാശമില്ല. ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും സർക്കാരിനും ഫിഷറീസ് വകുപ്പിനും യാതൊരു വിശദീകരണവുമില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നു ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ. ക്യാമറമാൻ ഷൈജു ചാവശ്ശേരിക്കൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. സംസ്ഥാനത്തിന്റെ ചിലയിടങ്ങളിൽ ഇപ്പോൾ കനത്ത മഴ ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വയനാട്, കോഴിക്കോടിന്റെ മലയോര മേഖലകളിലാണ് കനത്ത മഴ പെയ്യുന്നത്. കൽപ്പറ്റ മടക്കിമലയിൽ റോഡിന് കുറുകെ മരം കടപുഴകി വീണു. കുറ്റ്യാടി മലയോര മേഖലയിൽ ശക്തമായ കാറ്റും മഴയും തുടരുകയാണ്. തൊട്ടിൽപ്പാലം മുള്ളൻകുന്ന് റോഡിൽ തെങ്ങ് വീണ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി ചേരുകയാണ് കോഴിക്കോട്ട് നിന്ന്. ഷഹദ്, ഉച്ചയ്ക്ക് ശേഷം മഴ ശക്തമായി എന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ എന്താണ് ഷഹദ്? റിജിത്ത്, കോഴിക്കോട് ജില്ലയുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ മലയോര മേഖലകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് മഴ ലഭിക്കുന്നത് എന്നുള്ളതാണ്. ശക്തമായിട്ടുള്ള കാറ്റും അതുപോലെ തന്നെ ഇടിമിന്നലോട് കൂടിയിട്ടുള്ള മഴയാണ് വിവിധ ഇടങ്ങളിലായിട്ട് പെയ്യുന്നത് എന്നുള്ളതാണ്. കുറ്റ്യാടി മേഖലയിലാണ് നിലവിൽ ഈ മഴ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. തൊട്ടിൽപ്പാലം മുള്ളൻകുന്ന് റോഡിൽ തെങ്ങ് വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തന്നെ അത് അവിടെ നിന്ന് മാറ്റാനുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ വയനാട് ജില്ലയിൽ കനത്ത മഴയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അല്ലെങ്കിൽ അവിടെ അങ്ങനെയാണ് സ്ഥിതിഗതികൾ. അതിശക്തമായിട്ടുള്ള മഴയാണ് വയനാട് മേഖലയിൽ ഉള്ളത് എന്നുള്ളതാണ്. കൽപ്പറ്റയിലും മാനന്തവാടിയിലും ശക്തമായിട്ട് മഴ ലഭിക്കുന്നു എന്നുള്ളതാണ്. മാനന്തവാടി റോഡിൽ ഒരു മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ഇന്നത്തെ കാലാവസ്ഥ പരിശോധിക്കുകയാണെങ്കിൽ, അതായത് കാസർഗോഡ്, അതുപോലെ തന്നെ കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇടി, മിന്നൽ എന്നീ വലിയ ശക്തമായ രീതിയിൽ ഇടിയും മിന്നലോട് കൂടിയിട്ടുള്ള മഴ ഉണ്ടാകും എന്നുള്ളതാണ്. ശക്തമായിട്ടുള്ള കാറ്റും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ജാഗ്രത പാലിക്കണം എന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ വയനാട് അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലകളിലാണ് ശക്തമായിട്ടുള്ള മഴയും ഒപ്പം തന്നെ ഇടിയും കാറ്റും ഉള്ളത്. ചിലയിടങ്ങളിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഉടൻ തന്നെ അത് മാറ്റാനുള്ള നടപടികൾ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ശരി, ഷഹദ് റഹ്മാൻ കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഇനി കാലവർഷം വരാൻ പോവുകയാണ്. കാലവർഷം എത്തുന്നതിന് മുമ്പേ തന്നെ പകർച്ചവ്യാധി ഭീഷണിയിലാണ് സംസ്ഥാനം.
4 മാസത്തിനിടെ സംസ്ഥാനത്ത് 26 പേരാണ് എലിപ്പനി ബാധിച്ച് മരിച്ചത്. ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചതാകട്ടെ 8 പേർ. മഴക്കാലപൂർവ്വ ശുചീകരണം എങ്ങും എത്തിയില്ല എന്ന ആക്ഷേപവും ശക്തമായി ഉയരുകയാണ്. മഴക്കാലപൂർവ്വ ശുചീകരണത്തിൽ എല്ലാ കാലത്തും വലിയ വീഴ്ചയാണ് നമുക്ക് സംഭവിക്കുന്നത്. ഇപ്പോഴിതാ കാലവർഷം എത്തും മുമ്പേ പകർച്ചവ്യാധി ഭീഷണിയിലാണ് സംസ്ഥാനം. കഴിഞ്ഞ 4 മാസത്തിനിടെ പനി ബാധിച്ച് സംസ്ഥാനത്ത് മരിച്ചത് 50-ലധികം പേരാണ്. വേനൽക്കാലത്തും പകർച്ചവ്യാധി മരണങ്ങളിൽ കേരളം മുന്നിലാണ്. ഈ വർഷം ഏപ്രിൽ 24 വരെ 26 പേരാണ് എലിപ്പനി ബാധിച്ച് മരിച്ചത്. ഡെങ്കിപ്പനി ബാധിച്ച 8 പേരും മരിച്ചു. 10 പേരുടെ ജീവനാണ് ഇൻഫ്ലുവൻസ രോഗം കവർന്നത്. ഇതോടെ സംസ്ഥാനത്ത് 4 മാസത്തിനിടെ ഉണ്ടായ പനിമരണങ്ങൾ 50 കടന്നു. മലിനജലത്തിലൂടെ പകരുന്ന അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 2 പേർ മരിച്ചെന്നാണ് ആരോഗ്യവകുപ്പിന്റെ ഏറ്റവും പുതിയ കണക്ക്. ഇതിനു പുറമെ 3 മരണങ്ങൾ അമീബിക് മസ്തിഷ്ക ജ്വരമെന്നാണ് സംശയം. ആരോഗ്യ തദ്ദേശ വകുപ്പുകളുടെ ഏകോപനത്തിൽ നടക്കേണ്ട മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ പലയിടങ്ങളിലും തുടങ്ങിയിട്ടില്ല. തൽസ്ഥിതി തുടർന്നാൽ കാലവർഷം എത്തുന്നതോടെ പകർച്ചവ്യാധി വ്യാപനം രൂക്ഷമാകും. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. പാലിയേക്കര ടോൾ പ്ലാസയിൽ ടോൾ പിരിവ് നിർത്തിവെച്ച ഉത്തരവ് പിൻവലിച്ചു. NHAയുടെ ഉറപ്പിനെ തുടർന്നും സർക്കാർ നിർദ്ദേശത്തെ തുടർന്നുമാണ് ഉത്തരവ് പിൻവലിക്കുന്നതെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിൽ പറയുന്നു. സൂരജ് സജി വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ ഗതാഗതക്കുരുക്ക്, അതിന് പിന്നാലെ ഇന്നലെ വൈകിട്ടാണ് ജില്ലാ കളക്ടർ ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. ഇപ്പോഴത് പിൻവലിക്കുന്നു. അതിന്റെ പശ്ചാത്തലം ആ ഉത്തരവിൽ വിശദീകരിക്കുന്നത് എങ്ങനെ സൂരജ്? TK, ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ പാലിയക്കരയിലെ ടോൾ പിരിവ് നിർത്തിവെച്ചുകൊണ്ട് തൃശ്ശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉത്തരവിറക്കുന്നത്. ഈ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃശ്ശൂരിന്റെ വിവിധ ഇടങ്ങളിൽ, അതായത് മണ്ണൂത്തിക്കും ഇടപ്പള്ളിക്കും ഇടയിലുള്ള ഹൈവേയിൽ ചെറങ്ങര, കൊരട്ടി തുടങ്ങി വിവിധ ഇടങ്ങളിൽ മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്കാണുള്ളത്. ഈ ടോൾ കൊടുത്തു പോകുന്ന യാത്രക്കാർക്ക് സുഗമമായ യാത്രാ സൗകര്യമില്ല എന്ന് മുൻനിർത്തിക്കൊണ്ടാണ് ഈ കളക്ടർ ഈ ടോൾ പിരിവ് നിർത്തിവെക്കുന്നത്. അത് നേരത്തെയും ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ടോൾ പ്ലാസ അധികൃതരും അതോടൊപ്പം തന്നെ NHAയ്ക്ക് അടക്കം പലപ്പോഴും നിർദ്ദേശം നൽകിയതാണ്. പക്ഷേ ഇതിനകത്തൊന്നും ഒരു നടപടിയും ഉണ്ടാകാതെ പോയ പശ്ചാത്തലത്തിൽ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ടോൾ പിരിവ് നിർത്തിവെക്കുകയായിരുന്നു. പക്ഷേ സർക്കാർ തലത്തിൽ തന്നെ ഒരു ഇടപെടൽ ഉണ്ടായി എന്നുള്ളതാണ് കളക്ടർ ഇതിനകത്ത് വിശദീകരിക്കുന്ന കാര്യം. ഇന്നലെ രാത്രി തന്നെ നമ്മൾ ഇത് സംബന്ധിച്ച് ഉത്തരവ് പിൻവലിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. കാരണം ഉന്നതതല ഇടപെടൽ ഈ ഉത്തരവ് പിൻവലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തൃശ്ശൂർ ജില്ലാ കളക്ടറുടെ മുകളിൽ ഉണ്ടായിരുന്നു. അതിനിടയിൽ NHA ചില ഉറപ്പുകൾ ജില്ലാ ഭരണകൂടത്തിന് നൽകിയിരിക്കുന്നു. അടിയന്തരമായി ഗതാഗതക്കുരുക്കടക്കം പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാം എന്നതാണ് നൽകിയിരിക്കുന്ന ഈ ഉറപ്പ്. NHAയുടെ ഈ ഉറപ്പും അതോടൊപ്പം തന്നെ ഈ സർക്കാർ തലത്തിലുള്ള ഇടപെടലും മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഉത്തരവ് പിൻവലിക്കുന്നത്. അത് ഈ ഉത്തരവിൽ കളക്ടർ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു അസാധാരണ നടപടിയായിരുന്നു ഇന്നലെ ഈ ടോൾ പിരിവ് നിർത്തിവെച്ചതിലൂടെ ഉണ്ടായത്. പക്ഷേ അത് 24 മണിക്കൂർ തികയുന്നതിനുള്ളിൽ തന്നെ പിൻവലിക്കേണ്ടി വന്നിരിക്കുന്നു. TK. ശരി, സൂരജ് സജീവ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ചെറിയൊരു ഇടവേളയിലേക്ക് പോകാനുള്ള സമയമാണ്. അതിനു മുമ്പ് കമന്റ് ബോക്സിലെ പ്രേക്ഷകരുടെ പ്രതികരണം കൂടി വളരെ വേഗത്തിലൊന്ന് ഓടിച്ചു പോകാം. വയനാട്ടിലും കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയിലുമൊക്കെ ശക്തമായ മഴ പെയ്യുന്നുണ്ട് എന്ന റിപ്പോർട്ട് നമ്മൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വെച്ചിരുന്നു. മറ്റ് ചിലയിടങ്ങളിൽ കൂടി മഴയുണ്ടായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിലും ഇപ്പോഴുമൊക്കെ എന്ന് ചില പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സീന മുഹമ്മദ് എന്ന പ്രേക്ഷകർ എറണാകുളം നോർത്ത് പറവൂരിൽ ശക്തമായ മഴയാണെന്ന് പറയുന്നു. ജോസ്വിൻ ജോസഫ് കോട്ടയത്ത് കഴിഞ്ഞ മണിക്കൂറുകളിൽ നല്ല അതിശക്തമായ മഴയും കാറ്റും ഇടിയും ഒക്കെ ഉണ്ടായിരുന്നു എന്ന കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ കാലവർഷം എത്തുന്നതിന് മുമ്പ് തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണത്തിലേക്ക് സർക്കാർ കാര്യമായി കിടക്കേണ്ടതുണ്ട്. ജാഗ്രതയോടുകൂടി ഇടപെടേണ്ട പല മേഖലകളുമുണ്ട്. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലെ ചില പ്രദേശങ്ങൾ, തൃപ്പൂണിത്തുറ ഭാഗം എന്നൊക്കെ രവികുമാർ PB എന്ന് പറയുന്ന പ്രേക്ഷകൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അല്പം കൂടി ഗൗരവത്തിലുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ആ വിഷയത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വളരെ സങ്കടകരമായ ഒരു വാർത്ത പാലക്കാട് ജില്ലയിൽ നിന്ന് പുറത്തു വരികയാണ്. പാലക്കാട് കല്ലടിക്കോട് 3 ഏക്കർ ഭാഗത്ത് 3 കുട്ടികൾ കുളത്തിൽ മുങ്ങി മരിച്ചു. ഒരു പെൺകുട്ടിയും 2 ആൺകുട്ടികളുമാണ് മരിച്ചിരിക്കുന്നത്. തുടിക്കോട് സ്വദേശി രാധികയാണ് മരിച്ച പെൺകുട്ടി. പെൺകുട്ടിക്ക് 8 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തുടിക്കോട് സ്വദേശി രാധിക 8 വയസ്സ് മാത്രമാണ് പ്രായം. മരിച്ച ആൺകുട്ടികളുടെ വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പ്രദീപ് എന്നാണ് അതിലൊരാളുടെ പേര് എന്ന് മനസ്സിലാക്കുന്നു. ശ്രീകുമാരൻ അല്പസമയത്തിനകം തന്നെ വിശദാംശങ്ങൾ നൽകും. എന്താണ് ഈ അപകടത്തിൻ്റെ കാരണം എന്നത് സംബന്ധിച്ചടക്കം ഒരു വ്യക്തത ശ്രീകുമാരൻ നൽകും. മരണപ്പെട്ട ആൺകുട്ടികളായ 2 പേരുടെ മൃതദേഹം അത് പാലക്കാട് ഗവൺമെൻറ് ആശുപത്രിയിലാണ് ഇപ്പോഴുള്ളത്. പെൺകുട്ടിയുടെ മൃതദേഹം തച്ചമ്പാറ ഇസാഫ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീത്ത്, വിവരങ്ങൾ എന്താണ്? വളരെ സങ്കടകരമായ വാർത്തയാണ്. എങ്ങനെയാണ് ഈ അപകടമുണ്ടായത് ശ്രീത്ത്?
തീർച്ചയായും 3 കുട്ടികളാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. എല്ലാവരും 10 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. വൈകിട്ടോട് കൂടിയാണ് ഈ കുളത്തിൽ തച്ചമ്പാറ 3 ഏക്കർ ഭാഗത്തെ ഈ കുളത്തിൽ കുളിക്കാൻ വേണ്ടി പോയതെന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായി ഈ കുളിക്കാൻ വേണ്ടി പോയ സമയത്ത് വെള്ളത്തിൽ അകപ്പെടുകയായിരുന്നു. 3 കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രദേശവാസികളുടെ പ്രതികരണം ഈ ഒരു ഘട്ടത്തിൽ തേടേണ്ടതുണ്ട്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ 3 കുട്ടികൾ പ്രതീക്ഷ, രാധിക അടക്കമുള്ള 3 കുട്ടികളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പേര് വിവരങ്ങൾ നമുക്ക് പ്രതീക്ഷ, രാധിക, ഇതാണ് 3 കുട്ടികളുടെ പേര് വിവരങ്ങൾ. ഈ കുട്ടികൾ കുളിക്കാൻ വേണ്ടി പോയ കുട്ടികളാണ്. ഈ സമയത്താണ് ഇത്തരത്തിൽ 3 ഏക്കർ ഭാഗത്ത് നിന്ന് ഒരു കുളത്തിൽ പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും നമുക്ക് അവരുടെ പ്രതികരണങ്ങളടക്കം അല്പസമയത്തിനകം ഈ കൊണ്ടുവന്ന ആംബുലൻസ് ഡ്രൈവർമാരുടെയും നാട്ടുകാരുടെയും രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകളുടെയും പ്രതികരണങ്ങളടക്കം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ തേടേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ഈ പ്രദേശവാസിയാണ്. ചേട്ടാ, എന്താ സംഭവിച്ചെന്താ? കളിക്കാൻ പോയിരുന്നു. മൂന്നാള് മിസ്സിംഗ് ആയിട്ട് ഉച്ചക്ക് അവര് വീട്ടുകാർ തപ്പാൻ പോയി. അപ്പം പോയപ്പോ കുട്ടികളെ കണ്ടില്ല. അപ്പൊ ചേരന്റെ അവിടെ കുട്ടികളുടെ ചെരുപ്പ് ഇരിക്കണ്ടായിരുന്നു. അങ്ങനെ കുളത്തിലിറങ്ങി തപ്പി ഏട്ടന്മാരൊക്കെ. 2 കുട്ടികളെ അങ്ങനെ കിട്ടി. അപ്പൊ 2 കുട്ടികളെ കൊണ്ട് വേഗം വന്നു. ഒരു കുട്ടീനെ തത്തമറക്കി കൊണ്ടുപോയി. ഈ 3 കുട്ടികളും മരണപ്പെട്ടു എന്നുള്ള വിവരമാണോ ലഭിക്കുന്നത്? ഇത് ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു പ്രദേശമാണ് കേട്ടോ. പ്രദേശമല്ല, ആദ്യമായിട്ടാണ് ഇതൊരു കിട്ടുന്നത്. അത്രയ്ക്കുള്ള ആളുള്ളവരിതല്ല. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. ഇപ്പൊ തച്ചന്മാരെന്ന് കൊണ്ടുവരേണ്ടത് ജില്ലാ ആശുപത്രിക്ക് കൊണ്ടുവരില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ കഴിഞ്ഞോ? ഈ കൊണ്ടുവരുമ്പോ തന്നെ മരണം സംഭവിച്ചിരുന്നോ? സംഭവിച്ചിട്ടുണ്ട്. ഒരു കുട്ടിക്ക് പൾസ് ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. തീർച്ചയായും അതാണ് TK അവർക്ക് പറയാനുള്ളത്. ഒരു കുട്ടിക്ക് പൾസ് ഉണ്ടായിരുന്നു, നേരിയ തോതിൽ പൾസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ 3 കുട്ടികളെയും ഈ ആശുപത്രിയിലേക്ക്, പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ക്ഷമിക്കണം, 2 കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 കുട്ടികളുടെ മൃതദേഹം ഇപ്പോൾ ഇവിടെയാണുള്ളത്. ഒരു കുട്ടിയുടെ മൃതദേഹം തച്ചമ്പാറ, ഏറ്റവും ഒടുവിൽ ലഭിച്ച രാധിക എന്ന കുട്ടിയുടെ മൃതദേഹമാണ് തച്ചമ്പാറ ആശുപത്രിയിലുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതും അല്പസമയത്തിനകം തന്നെ. കുട്ടികളാണോ അതോ അയൽവാസികളായ കുട്ടികളാണോ ശ്രീത്? എല്ലാവരും അയൽവാസികളും തൊട്ടടുത്ത വീട്ടുകാരും ഒക്കെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കുട്ടികളെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം ഉച്ച മുതൽ കുട്ടികളെ കണ്ടിരുന്നില്ല. അതായത് ഉച്ചയോടുകൂടി തന്നെ കുട്ടികൾ സ്വാഭാവികമായി ഈ പ്രദേശത്തേക്ക് കുളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടാകാമെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് പിന്നീട് നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ ഒരു തിരച്ചിൽ നടത്തുകയായിരുന്നു. ആ സമയത്താണ് പെട്ടെന്ന് തന്നെ ഈ കുട്ടികൾ ഈ ചെരുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വളരെ വേദനാജനകമായ സങ്കടകരമായ വാർത്തയാണ്. പാലക്കാട് ജില്ലയിലെ കല്ലടിക്കോടാണ് 3 ഏക്കർ ഭാഗത്ത് 3 കുട്ടികൾ കുളത്തിൽ മുങ്ങി മരിച്ചത്. കുളിക്കാൻ പോയ കുട്ടികളാണ്. ഇപ്പോഴൊരു പ്രതികരണം. നേരെ ജില്ലാശുപത്രിയിലെത്തി. ഞാൻ വന്ന ശേഷമാണ് കുട്ടികളുടെ ബോഡി വന്നത്. 2 ആൾ ഇവിടെയുണ്ട്, ഒരാൾ തച്ചമ്പാറ ഇസാഫിലുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് വിവരം കിട്ടിയിരിക്കുന്നത്. അവർ കുളിക്കാനായി ഇറങ്ങിയെന്നുള്ള നിലയിലാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് അത് മൂടിക്കിടക്കുകയായിരുന്നു, കുറച്ച് ചപ്പും ചവറൊക്കെ ആയിട്ട്. അതിൻ്റെ ഓണർ ഇപ്പോൾ എന്തോ എല്ലാം ക്ലിയർ ചെയ്തപ്പോൾ കാഴ്ചയിൽ നല്ല വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആയിപ്പോയി എന്നാണ് പറയുന്നത് കേട്ടത്. വളരെ ദാരുണമായിട്ടൊരു സംഭവമാണ്. നമുക്ക് പിന്നെ നികത്താനാവില്ല. വിഷയം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ വരുമ്പോഴേ തന്നെ പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒരു 4 hours മുമ്പെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും. അല്ലാതെ ഇപ്പോൾ കല്ലളിക്കോട് ഇവിടെ എത്തുന്ന സമയം പറഞ്ഞാൽ മാക്സിമം പോയ 1 മണിക്കൂറാണ്. ആംബുലൻസ് ആയതുകൊണ്ട് ഏതാണ്ട് 3/4 മണിക്കൂർ കൊണ്ട് എത്താം. അപ്പോൾ അന്നേരം സംഭവിച്ചതല്ല, കുറച്ച് മുമ്പ് സംഭവിച്ചത്. കണ്ടെത്തിയത് അപ്പോഴാണല്ലോ എന്ന നിലയിലാണ് സഹോദരനാണോ അതോ അയൽവാസി സഹോദരങ്ങളാണ്? 3 പേര് സഹോദരങ്ങൾ. പ്രതീഷും പിന്നെ രാധിക പറഞ്ഞ കുട്ടിയും ഇവരുടെ അച്ഛൻ്റെ 2 ഭാര്യമാരുണ്ട്. അപ്പം അങ്ങനെയുള്ള 3 ആളും സഹോദരങ്ങളാണ്. 10 വയസ്സിൽ താഴെയുള്ള 3 കുട്ടികൾക്കാണ് കുളത്തിൽ വീണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്നും സമാനമായ രീതിയിലുള്ള വേദനാജനകമായ ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. തൃശ്ശൂർ പാഞ്ഞാലിൽ പൈങ്കുളത്ത് 14-കാരൻ തോട്ടിൽ മുങ്ങി മരിച്ചു. ഉണ്ണികൃഷ്ണൻ ബിന്ദു ദമ്പതികളുടെ മകൻ അതുൽ കൃഷ്ണയാണ് മരിച്ചത്. ഇനി മറ്റ് റിപ്പോർട്ടുകളിലേക്ക്. പ്രകോപന പ്രസംഗവുമായി K. സുധാകരൻ. രാഹുൽ മാങ്കൂട്ടത്തിനെ തൊടാൻ ആർക്കും കഴിയില്ല, തല്ലിയാൽ തിരിച്ചടിക്കും. ഞങ്ങൾ കൊത്തിയാൽ നിങ്ങൾക്കും ചോര വരും. രാഹുലിനെ തൊട്ടാൽ തിരിച്ചടി ഉണ്ടാകുമെന്നും K. സുധാകരൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് കിളന്നു വന്ന ഒരു വിത്തല്ല, വളർത്തിയെടുത്ത വിത്ത. അതിനെ തൊട്ട് കളിക്കുമ്പോൾ BJP-ക്കാർ ഇത്തിരി സൂക്ഷ്മത പാലിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് മാത്രമൊന്നുമല്ല ഈ അഭ്യാസങ്ങളും ഈ അടിയും ഈ കൊത്തും ഒക്കെ വെട്ടും ഒക്കെ നിങ്ങൾക്ക് മാത്രമൊന്നുള്ളതല്ല. ഞങ്ങൾ കൊത്തിയാലും നിങ്ങൾ മുറിയും.
ഞങ്ങൾ വെട്ടിയാലും നിങ്ങൾക്ക് വെട്ടേക്കും. അതിന് പറ്റിയ ആൺകുട്ടികൾ ഈ പാർട്ടിക്കകത്തുണ്ട് എന്ന് ഞാനിവിടെ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടം ഈ പാലക്കാട്ടെ ജനമനസ്സിന്റെ അകത്ത് ഭദ്രമാണ് എന്ന് വിശ്വസിക്കുന്നവരാ ഞങ്ങൾ. തൊട്ടവന്റെ കൈപറ്റിയില്ലെങ്കിൽ ഈ രാജ്യത്ത് രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടാവില്ല എന്ന് ഞാൻ. പാലക്കാട്ടെ ബിജെപിയും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിൽ പരസ്യപോര് തുടരുന്നതിനിടയിലാണ് KPCC അധ്യക്ഷൻ K സുധാകരന്റെ പ്രകോപനം. കാണാമിനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. സ്വർണ്ണത്തിൽ സ്നേഹത്തിൽ സ്പർശ.